ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉള്ളൂർക്കടവ് പാലത്തിൻ്റെ അടുത്താണ്. കൊയിലാണ്ടി ചേലിയ ടൗണിൻ്റെ അടുത്താണ് ഉള്ളൂർക്കടവ് പാലം ഉള്ളത്. അപ്പം പാലത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയാകാനായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കി ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പം നമ്മൾ പാലത്തിൻ്റെ നടുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലം നല്ല അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പെയിൻ്റൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിക്ക പാലത്തിൻ്റെ അപ്പുറത്തുള്ള സൈഡിലാണെന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടൻ്റെ കൂടെ പഠിച്ചതാണ് റിയാസിക്ക. അപ്പം ഞാൻ എന്തായാലും ഒന്ന് കണ്ടിട്ട് ഒരു വീഡിയോ ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. നടക്കില്ല എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയിട്ട് അറിയാം എന്ന് കാണാൻ സമ്മതിക്കുകയോ അടുത്തേക്ക് പോകാൻ സമ്മതിക്കുകയോ എന്നുള്ളതെല്ലാം അവിടെ എത്തിയാലേ പറയാൻ പറ്റൂ. ഞാനിങ്ങനെ കിതക്കുന്നത് എന്താ വെച്ചാൽ ചെറിയൊരു കയറ്റമുള്ളത് കൊണ്ടാണ് എനിക്ക് സംസാരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം കണ്ടില്ലേ, ഇവിടുന്ന് നോക്കിയാൽ പുഴയൊക്കെ അതിമനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, പുഴയും മലയും തെങ്ങും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ വെച്ച് ടവർ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടുന്ന് കാണുന്നുണ്ട്. അവിടെ തോണി കയറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ പാലത്തിൻ്റെ നടുക്കെത്താനായി. അവിടെ ചടങ്ങുകളൊന്നും കഴിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട്. അവിടുന്ന് സംസാരിക്കുന്നത് മൈക്കിൽ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. പോയി നോക്കിയാൽ അറിയാം റിയാസിക്കാനി കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം എന്തായാലും പോയി നോക്കാം. കണ്ടിട്ട് നടന്നു പോകാൻ പറ്റിയാലോ. ഒരു ബിരിയാണി കിട്ടിയാൽ പിന്നെ വേണ്ടാന്ന് നിൽക്കണ്ടല്ലോ. ഇനി ഞാൻ നടന്ന അത്രയുണ്ടെന്നാ അവിടേക്ക് നടക്കാൻ. ഒന്ന് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. കാണാൻ പറ്റുമെന്നുള്ള അറിയില്ല. എന്തായാലും പോയിട്ട് നോക്കാം. ഇത് കണ്ടില്ലേ, പാലത്തിൻ്റെ വലതു ഭാഗമാണ്. ഇത് പാലത്തിൻ്റെ ഇടതു ഭാഗമാണ്. രണ്ട് സൈഡും അതിമനോഹരമായിട്ടാണ് ഉള്ളത്. അപ്പം എന്താ പറയണ്ടേ, എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാട്ടുകാരൊക്കെ ഉണ്ട്. ഇവിടെ കുറേ പേരുണ്ട്. പിന്നെ ഇതാ ഞാനിവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ സാറ് സ്റ്റേജിലാണോ ഉണ്ടാവുക അല്ലെങ്കിൽ താഴെയാണോ എവിടെ ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയില്ല. പോയി നോക്കാം. അപ്പോൾ പുഴ ഉണ്ടല്ലേ. ഇനി നമ്മൾ പാലത്തിൻ്റെ പകുതി കഴിഞ്ഞ് അക്കരെ എത്താനായി. കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. റിയാസൊക്കെ ആണെന്ന് തോന്നുന്നു. അവിടെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. കാണാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റുമോ, അടുത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പം എന്തായാലും പോയി നോക്കട്ടെ. ആരാണ് സംസാരിക്കുന്നത് എനിക്കറിയില്ല. ഗാനത്തിൽ പിന്നെ ദാസേട്ടനുണ്ടോ, ഷമാഷുണ്ടോ അതൊന്നും എനിക്കറിയില്ല.
എന്തായാലും പോയി നോക്കാം ആരൊക്കെയാണ് ഉള്ളത് എന്ന്. ഇരുവശത്തും BMNBC നിലവാരത്തിലാണ് അപ്രോച്ച് റോഡുകൾ പണിതിട്ടുള്ളത്. യാത്രാ സമയം നമുക്ക് വളരെയധികം കുറക്കാൻ പാലമാണ്. ആരോ സംസാരിക്കുന്നുണ്ട്, ആരാണ് എന്ന് അറിയില്ല. അതായത് 2 വരി ഇരുവശത്തും നടപ്പാതയുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. പാലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര ഒരു സ്വപ്നമാണ്. ഇവിടെ തന്നെയുള്ള ജനക്കൂട്ടത്തെ ഞാനിത് ഓരോ പാലത്തിന്റെ ഉദ്ഘാടനം പോകുമ്പോഴും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഒരു ആഘോഷമാണ്. നാട്ടിലെ ജനങ്ങൾ എത്രത്തോളം ഈ പദ്ധതിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ ഏറ്റവും വലിയ ഉദാഹരണം. റോഡിന്റെ ഉദ്ഘാടനത്തിന് ഇത്രയധികം ആളെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ആളുകൾ ഒന്നാകെ ഇങ്ങോട്ട് ഇളകി വരികയാണ്. കാരണം ഒരു പാലം വന്നാൽ ഒരു നാടാകെ മാറുകയാണ്, ഒരു നാടെ ആകെ വികസന കുതിപ്പിന് കാരണമായി മാറുകയാണ്. ആ നാടിന്റെ ഭൂമിയുടെ വില വർദ്ധിക്കുന്നു, ആ നാട്ടിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം പെട്ടെന്നാകുന്നു, ആ നാട്ടിൽ ഒരാൾക്ക് അസുഖം വന്നാൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യം ഒരുങ്ങുന്നു, ആ നാട്ടിൽ നിന്നും കുറച്ചപ്പുറം ജോലി ചെയ്യുന്നവർക്ക് സമയത്ത് ജോലിക്ക് എത്താൻ വേണ്ടി പറ്റുന്നു, തുടങ്ങി വ്യാപാര മേഖലയിലും കാർഷിക മേഖലയിലും ഒക്കെ ഒരു പാലം വന്നാൽ ഒരു ഉണർവാണ്. ഈ പ്രാധാന്യം മനസ്സിലാക്കി 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ 5 വർഷം കൊണ്ട് 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു. അതിനുവേണ്ടി പ്രത്യേക ഒരു സംവിധാനം ഒരുക്കി. ഭരണാനുമതി കിട്ടിയ പാലങ്ങൾക്ക് സാങ്കേതിക അനുമതി കിട്ടാനും, സാങ്കേതിക അനുമതി കിട്ടിയ ഒരു പുതിയ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചത്. ഇപ്പൊ ഈ പാലം തന്നെ നിങ്ങൾ നോക്കൂ, നമ്മൾ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി എടുത്തത്. കാരണം ഓരോ സാങ്കേതികമായ ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് തുക വർദ്ധിപ്പിക്കേണ്ട പ്രശ്നം തുടങ്ങി പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വേഗത്തിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക സംവിധാനം ഈ ഗവൺമെന്റ് വന്നപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുവന്നു. എല്ലാ മാസവും കേരളത്തിലെ വിവിധ ഇടങ്ങളിലെ പാലങ്ങളുടെ പ്രവൃത്തി പരിശോധിക്കാനും ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു യോഗം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ നടക്കുന്ന സ്ഥിതി, എല്ലാ മാസവും നടക്കുന്ന സ്ഥിതി. 2021 മെയ് 20 അധികാരത്തിൽ വന്ന ഈ സർക്കാർ 5 വർഷം കൊണ്ട് പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിച്ച് 100 തികയ്ക്കണമെന്ന് നിശ്ചയിച്ചെങ്കിൽ 3.25 വർഷം കൊണ്ട് തന്നെ കേരളത്തിൽ 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതിന്റെ ഭാഗമാണ്. ഉദ്യോഗസ്ഥർ, കരാറുകാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, MLA-മാർ ഉൾപ്പെടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും പാലങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തോടൊപ്പം നിന്നു. അതിന്റെ വിജയമാണ് 100-ലധികം പാലങ്ങൾ. ഇപ്പോൾ 3.25 വർഷം കഴിഞ്ഞ് 3.5 വർഷത്തിലേക്ക് ഈ സർക്കാർ പോവുകയാണ്. പാലങ്ങളുടെ കാര്യത്തിൽ എണ്ണം വർദ്ധിച്ചു വരുന്നു. 150 പാലം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. 130-ലധികം പാലങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനായി. 100 പാലങ്ങളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു 50 എണ്ണമെങ്കിലും ഈ ഗവൺമെന്റിന്റെ കാലാവധിയിൽ പൂർത്തീകരിക്കാനാകും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പാലങ്ങൾ വന്ന കാലമാണ് 2016 മുതൽ 2025 വരെയുള്ള ഈ കാലയളവ്, ഈ 8 വർഷം എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റ് വിശദമായ കാര്യങ്ങളിലേക്ക് നടക്കുന്നില്ല. 2 MLA-മാർ ഇവിടെ സംസാരിക്കാനുണ്ട്. വിശദമായി സച്ചിൻ ദേവ് സംസാരിക്കും. കാപ്പാട് ബീച്ചിന് വലിയൊരു അംഗീകാരം കിട്ടിയിരിക്കുകയാണ്, ബ്ലൂ ഫ്ലാഗ് കിട്ടിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കൊയിലാണ്ടി MLA-യും ഞാനും അങ്ങോട്ടേക്ക് പോകും. അത് കഴിഞ്ഞാൽ ഇവിടെ ബാലുശ്ശേരി MLA വളരെ വിശദമായി ഈ നിയോജക മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ സൂചിപ്പിക്കും. നമ്മളെല്ലാം ആക്കിയാണ് മുന്നോട്ട് പോകുന്നത്. മുടങ്ങിപ്പോയെന്ന് കരുതിയ പദ്ധതികൾ പോലും യാഥാർത്ഥ്യമാകുന്നു. കേരളത്തിന്റെ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ, കേരളത്തിന്റെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് കുതിപ്പിന് കാരണമായി മാറുന്ന മലയോര ഹൈവേ 1200 കിലോമീറ്റർ ഇപ്പോൾ വിവിധ റീച്ചുകളുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
കേരളത്തിന്റെ 9 ജില്ലകൾ 50 കിലോമീറ്റർ 80 കിലോമീറ്റർ ഇടവിട്ട് കംഫർട്ട് സ്റ്റേഷനുകളുള്ള തീരദേശ ഹൈവേയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള, ഇന്ത്യയിൽ ഏറ്റവും അധികം വാഹനപ്പെരുപ്പമുള്ള, ഇന്ത്യയിൽ വലിയ നിലയിൽ ഗതാഗത കുരുക്ക് എന്ന പ്രശ്നം നേരിടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആ കേരളത്തിന്റെ ഒരറ്റം മുതൽ കേരളത്തിന്റെ മറ്റൊരറ്റം വരെ വീതിയുള്ള ഒരു ഹൈവേ ഈ നാടിന്റെ സ്വപ്നമായിരുന്നു. ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു NH-66. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി. എന്നാൽ 2014-15 ആ പദ്ധതി മുടങ്ങിപ്പോയി, മരണപ്പെട്ടു പോയെന്ന് കരുതിയ പദ്ധതി 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ കൂടുതൽ പണം ഇനി തരാൻ, ഭൂമി ഏറ്റെടുക്കലിന് തരാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട് എന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. നേരത്തെയുള്ള വിഷയങ്ങളുടെ ഭാഗമായി ഒരു പിഴ അടക്കുന്നതിന് തുല്യമായി ഇനി ഈ പദ്ധതി വേണമെങ്കിൽ പണം നിങ്ങൾ കണ്ടെത്തണം, ബാക്കി പണം നിങ്ങൾ കണ്ടെത്തണം എന്നുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെടരുത് എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഭൂമി ഏറ്റെടുക്കലിന്, ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറാണ്. 100, 200, 500 കോടിയല്ല പ്രിയപ്പെട്ടവർ, 5580 കോടി രൂപ ഇതിന് ചെലവഴിക്കാൻ തീരുമാനിച്ചു. കിഫ്ബിയായിട്ടാണ് മലയോര ഹൈവേയും തീരദേശ ഹൈവേയും കേരളത്തിലെ പാലങ്ങളും കേരളത്തിലെ BMNBC റോഡുകളും കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റുന്നതും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ കാത്ത് ലാബ് സംവിധാനം ഉൾപ്പെടെ സജ്ജീകരിച്ച് മുന്നോട്ട് പോകുന്നതിലും കിഫ്ബി വലിയ പങ്കാണ് വഹിക്കുന്നത്. ആ കിഫ്ബി തന്നെ ഇതിന് പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു. 2021 മെയ് 20 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പാലങ്ങളുടെ പ്രവൃത്തി വേഗത്തിലാക്കുന്നത് പോലെ തന്നെ NHAIയുമായി ചേർന്ന് എല്ലാ 2 ആഴ്ചയിൽ ഏതെങ്കിലും ഒരു സ്ട്രെച്ചിന്റെ യോഗത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടു. പൊതുമരാമത്ത് വകുപ്പ് നടത്തി, ഞങ്ങൾ ആ യോഗങ്ങൾ നടത്തി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫീൽഡിൽ ദേശീയപാത അതോറിറ്റിക്കൊപ്പം സംസ്ഥാന സർക്കാർ പോകേണ്ട കാര്യങ്ങളിൽ പോയി, ഞങ്ങളൊക്കെ നേരിട്ട് പോയി ഇടപെട്ടു. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നം കേരളത്തിന്റെ റവന്യൂ വകുപ്പ്, മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രശ്നം കേരളത്തിന്റെ വനം വകുപ്പ്, വൈദ്യുതി ലൈനും വൈദ്യുതി പോസ്റ്റ് മാറ്റുന്ന പ്രശ്നം കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ്, പ്രാദേശിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മെറ്റീരിയലുകളുടെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിന്റെ വ്യവസായ വകുപ്പ്. ഈ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി ഇടയ്ക്കിടെ യോഗം വിളിച്ചു. 100 കണക്കിന് യോഗങ്ങൾ തുടർച്ചയായി നടത്തി. കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു, ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനങ്ങളിൽ മാതൃകയാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ. ദേശീയപാത അതോറിറ്റി ഇടയ്ക്കിടെ ഇത് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ അതിന്റെ പ്രവൃത്തി കാണുന്നു. ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി 2025 ഡിസംബറോടുകൂടി യാഥാർത്ഥ്യമാകുമെന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു നാടിന്റെ സ്വപ്നമാണ്. എത്ര വേഗത്തിൽ ഇപ്പോൾ എത്താം. വടകരയിൽ നിന്നും തലശ്ശേരി എത്താൻ നേരത്തെ ഗതാഗത കുരുക്ക് കാരണം 2-3 മണിക്കൂറാണെങ്കിൽ ഇന്ന് മാഹി ബൈപ്പാസ് കൂടി വന്നതോടുകൂടി വടകരയിൽ നിന്നും തലശ്ശേരി എത്താൻ 10 മിനിറ്റ് മതി, 15 മിനിറ്റ് മതി. ഇവിടെയുള്ളവർക്ക് കോഴിക്കോട് എത്താൻ വേഗത്തിൽ സാധിക്കുന്ന സ്ഥിതി വരും. ഇങ്ങനെ നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതിയാണ്. ഇങ്ങനെ സാധ്യമാകുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 നിയോജക മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. 2016-2021 ശ്രീ ദാസേട്ടനും ശ്രീ പുരുഷൻ കണ്ടലിൽ കൊയിലാണ്ടിയും ബാലുശ്ശേരിയും MLA-മാരെ എപ്പോൾ വികസന പ്രവർത്തനത്തിൽ ഇടപെട്ടു. നമ്മുടെ വിശ്വമാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. കൊയിലാണ്ടി MLA ഘട്ടങ്ങളിൽ വിശ്വമാഷും ഈ 2 നിയോജക മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ട ഒരു സാമൂഹിക പ്രവർത്തകനാണ്. ഇപ്പോ അഡ്വക്കേറ്റ് സച്ചിൻ ദേവും കാനത്തിൽ ജമീലയും എല്ലാ നിലയിലും MLA-മാരെന്നുള്ള നിലയിൽ ഈ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊയിലാണ്ടി താമരശ്ശേരി മുക്കം അരീക്കോട് എടവണ്ണ റോഡ്, പാവങ്ങാട് ഉള്ളിയേരി കുറ്റ്യാടി ചൊവ്വ റോഡ്, അത്തോളി കരുവണ്ണൂർ BC ഓവർലേ 9 കോടി, ബാലുശ്ശേരി കോഴിക്കോട് റോഡ്, എഗരൂൽ കക്കയം ഡാം സൈറ്റ് റോഡ്, എഗരൂൽ കാക്കൂർ റോഡ്, ബാലുശ്ശേരി കുറുമ്പയിൽ വയലാട് റോഡ്,
അറപ്പീടിക കണ്ണാടിപ്പൊയിൽ കൂട്ടാലിട റോഡ്, ബാലുശ്ശേരി കൂട്ടാലിട കൂരാച്ചുണ്ട് റോഡ്, ബാലുശ്ശേരി ബൈപ്പാസ്, ചാലിക്കര അവറാട്ട് മുക്ക് റോഡ്, മുളിയങ്ങൽ കായണ്ണ കൈതക്കൊല്ലി റോഡ്, മുണ്ടോത്ത് തെരുവത്തുകടവ് റോഡ്, ഹിൽ ഹൈവേ കിഫ്ബി പദ്ധതി, പൂമുള്ളി കൊളത്തൂർ എരമംഗലം കോക്കല്ലൂർ റോഡ് തുടങ്ങി ഒട്ടനവധി റോഡ് പ്രവൃത്തികൾ ബാലുശ്ശേരി മണ്ഡലത്തിൽ വിവിധ ഘട്ടങ്ങളിലാണ്. പാലങ്ങളും നിരവധിയാണ്. തെച്ചിപ്പാലം, പൂനൂർ പാലം, തോരായിക്കടവ് പാലം, അയനിക്കാട് കോയമ്പറത്ത് കണ്ടിപ്പാലം, കരുവാറ്റക്കടവ് പാലം, ഇങ്ങനെ എണ്ണി പറയാൻ നിരവധി പദ്ധതികളുണ്ട്. ഇനി കൊയിലാണ്ടിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ കൊയിലാണ്ടി MLAക്കും മുൻ MLAമാർക്ക് പ്രയാസമാകും. അതുകൊണ്ട് അത് സൂചിപ്പിക്കുകയാണ്. കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ നിരവധി പദ്ധതികൾ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. മാച്ച് ഫാക്ടറി ചേലിയ കാഞ്ഞിലശ്ശേരി റോഡ് പുനരുദ്ധാരണം 1, 2, 3 ഘട്ടങ്ങൾ. വെങ്ങളം കാപ്പാട് റോഡ് പുനരുദ്ധാരണം. കാപ്പാട് പൂക്കാട് റോഡ്, ഇരിങ്ങൽ കോട്ടക്കൽ റോഡ്, തോരായിക്കടവ് പാലം, അകലാപ്പുഴ പാലം, നടേരിക്കടവ് തീരദേശ ഹൈവേ, കോരപ്പുഴ മുതൽ കോട്ടക്കൽ കടവ് വരെ കുഞ്ഞാലിമരക്കാർ പാലം തീരദേശ ഹൈവേയുടെ ഭാഗമാണ്. ഇതൊക്കെ കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ വിവിധ ഘട്ടങ്ങളിലാണ്. ഇങ്ങനെ സാധ്യമാകുന്ന വികസന പ്രവർത്തനങ്ങൾ സർവകാല റെക്കോർഡ് അടിസ്ഥാനത്തിലാണ് തുടർച്ചയായി 2016 മുതൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യത്തിൽ ഒരേ ഒരു നിലപാടേ ഉള്ളൂ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും യോജിച്ചു നിന്ന് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഈ വേദിയിലുള്ള പലർക്കും പല രാഷ്ട്രീയ നിലപാടുകളുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതിനിധീകരിക്കുന്നവരാണ്. എന്നാൽ LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിലും ഒരേ ഒരു രാഷ്ട്രീയം മാത്രമേ വികസന കാര്യത്തിലുള്ളൂ. അത് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും യോജിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ രാഷ്ട്രീയം എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നാട്ടിൽ പുതിയ പാലം, പുതിയ റോഡ്, നല്ല സ്കൂൾ കെട്ടിടം, നല്ല ആശുപത്രി, നല്ല മറ്റ് സൗകര്യങ്ങൾ ഇവ ഒരുക്കാനുള്ള എല്ലാ ശ്രമവും തുടർന്നും സർക്കാർ ഈ 2 നിയോജക മണ്ഡലങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തും മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറയുന്നു. ഈ പാലം സർക്കാരിന്റെ പുതിയ ഒരു നീക്കം പാലങ്ങളെ ദീപാലങ്കൃതമാക്കുന്ന പദ്ധതികളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നു. ഫറൂഖ് പഴയ പാലം നിങ്ങളുടെ മുമ്പിലുണ്ട്. 4 ദിവസം മുമ്പ് കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഒരു പാലം അങ്ങനെ ദീപാലങ്കൃതമാക്കി. തിരുവനന്തപുരം ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ ഇതുപോലെ പാലങ്ങൾ ദീപാലങ്കൃതമാക്കുന്ന പദ്ധതിയുണ്ട്. ഈ പാലവും ഉള്ളൂർക്കടവ് പാലവും അത്തരത്തിലുള്ള ഒരു നീക്കവുമായി 2 MLAമാരും മുന്നോട്ട് വന്നാൽ എല്ലാവിധ പിന്തുണയും നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് കൂടെ ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഇത് ഞാൻ പറയാൻ കാരണം എനിക്കൊപ്പം യുവജന സംഘടനാ രംഗത്തൊക്കെ പ്രവർത്തിച്ച ഒരുപാട് പേര് ചുറ്റുമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് തിരിച്ച് ഇങ്ങോട്ട് നടക്കുന്നതിനിടയിൽ ഒരു 10 പേരെങ്കിലും ഇക്കാര്യം പറയണമെന്ന് പറഞ്ഞതാണ്. അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. MLAമാരും പറഞ്ഞതാണ്. അതുകൊണ്ട് അതിന് എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അഭിവാദ്യം നൽകാൻ വേണ്ടി മനസ്സോട് അഭ്യർത്ഥിക്കുന്നു.